എങ്കിൽ ഇവൻ പതിച്ച സമ്പുദ്ധി ഹേ സാധു മനുഷ്യ നോക്കൂ, ഈ നമ്മളെല്ലാം ഒരു തമ്പുരാന്റെ കീഴാളരാർക്കിഹ തമ്പുരാനാം. നിന്റേതിലും മുന്തിയതായി വരാമെന്നുടുപ്പിതാർക്കും കടയിൽ കിടക്കും. എന്നാൽ ഒരേ നൂലുകൾ കൊണ്ടു നെയ്തതത്രേ നമുക്കംബിക തന്ന വസ്ത്രം. ആർ പള്ളിയോടം കയറിക്കളിപ്പൂ യുഷ്മാദൃശ പ്രോഷ്മള ബാഷ്പനീരിൽ. അധന്യർ നിങ്ങൾക്കിഹ തമ്പുരാന്മാരഹോ ജഗത്തിൻ മറിമായ മുഗ്രം. മുതിർന്നു ഞാനാം പുഴുവന്റെ നാട്ടിൽ സങ്കൽപ്പിക സ്വർഗപുരം ചമയ്ക്ക്. ആവൃത്തമായി മുമ്പടി വായനയ്ക്കെന്നനുജ്ഞ കാക്ഷിക്കുമവന്റെ ചോദ്യം. വായിച്ചുകൊള്ളുക എത്രയുമിഷ്ടമാണതിങ്ങെന്നു ഞാൻ ഉത്തരമോദിയാറെ. ഇരുണ്ട മണ്ണെണ്ണ വിളക്കിനാരാലിരുന്നിതയാൾ തൊഴുകയ്യുമായി. പിന്നീടു തൻ പുസ്തകമൊന്നെടുത്തു പൂർണാദരം വായനയും തുടങ്ങി. ഇണങ്ങി നിൽക്കും ശ്രുതിയില്ല, രാഗമില്ല, അക്ഷരവ്യക്തിയുമേറെയില്ല. എന്നാലും അയാളുടെ ഗാനമെൻ്റെ കർണത്തിനാഹ്ലാദമനൽപ്പമേകി. തദീയ കണ്ഠസ്വരമത്രമാത്രം ഭക്തിസ്ഫുരൻ മാധുരി പൂണ്ടിരുന്നു. കാവ്യം സുഗേയം കഥ രാഘവീയം, കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ. ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ, ആനന്ദലബ്ധിക്കിനിയെന്തു വേണം. അവന്റെ പാട്ടാം മണിയൊച്ചരാവിൻ പ്രശാന്ത നിശബ്ദതയെ പിളർക്കെ അതാസ്വദിക്കുന്നതിനെന്ന വണ്ണം സ്തംഭിച്ചു നിന്നു ദിവിതാരകങ്ങൾ. നീളത്തിലഗീതം അവന്റെ കണ്ഠനാളത്തിൽ നിന്നങ്ങു വിനിർഗളിക്കെ ഓളങ്ങളാകുന്ന കരങ്ങൾ കൊണ്ടു താളം പിടിച്ചു നദി മെല്ലെ മെല്ലെ. രാമാനുജ പൈങ്കിളി പാടിയോരു രാമായണത്തിൻ മധുരപ്രവാഹാൽ ആ വെണ്ണിലാവങ്ങൊരു പാൽക്കുഴമ്പോടാമേളനം ചെയ്തതുപോലെയായി. ചൊൽക്കൊണ്ട തുഞ്ചൻ ഗുരുവിൻ്റെ കാവ്യരത്നത്തിൽ നിന്നേന്തിയ കാന്തിയാലേ അപ്പൊട്ട മണ്ണെണ്ണ വിളക്കു വിറ്റ്വിൽ പ്രദീപമായെന്നുമെനിക്കു തോന്നി. ഒരത്ഭുതത്തു മണമാ സ്ഥലത്തു പരന്നു പാറി കുളിർ കാറ്റിലെങ്ങും നിരന്തരം വന്നു പൊഴിഞ്ഞിതേതോ മരന്തമൊന്നെന്നുടെ വഞ്ചി തന്നിൽ തൻ ചിത്രവർണാംഗമ.